എൻ്റെ പേര് അരുൺ തെക്കിനേത്ത്. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ പുത്തമ്പേലിക്കര സെൻറ്റ് ജോർജ് ഇടവകക്കാരനാണ്. ഞാനിപ്പോൾ മതിലകം സെൻറ്റ് ജോസഫ് സീറോ മലബാർ ദേവാലയത്തിൽ വികാരിയച്ഛനാണ്. കഴിഞ്ഞ 10 മാസത്തോളമായിട്ട്, കഴിഞ്ഞ ജനുവരിയിലാണ് ഞാനിവിടെ വികാരിയായിട്ട് ചാർജ് എടുത്തത്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഉത്സവ കാലമാണ്, ആത്മീയതയുടെ ഒരു ഉത്സവകാലം. പോപ്പുലർ മിഷൻ ധ്യാനം ബഹുമാനപ്പെട്ട വിൻസെൻഷൻ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഒരു 310ഓളം ഇടവകക്കാർ ഈ ദേവാലയത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏകദേശം കൊടുങ്ങല്ലൂർ വശത്തേക്ക് 7 കിലോമീറ്ററോളവും പെരിഞ്ഞനം ഭാഗത്തേക്ക് 4-5 കിലോമീറ്ററോളം ദൂരം ആളുകൾ, വീടുകൾ അത്രയും ദൂരത്തിലാണ്. പക്ഷെ എങ്കിലും ഈ ഒരു ആത്മീയ ദിനങ്ങളിൽ ഒത്തിരിയേറെ പേരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ്. അതിലേറ്റവും എനിക്ക് സന്തോഷം തോന്നിയത് വിശുദ്ധ കുമ്പസാരത്തിനും മറ്റും ഒത്തിരിയേറെ ആളുകൾ, ഏതാണ്ട് നല്ലൊരു ശതമാനം ഇടവകയുടെ ഈ ഒരു കുമ്പസാര ദിവസത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഇന്ന് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപന ദിനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുമ്പോൾ ഞാൻ പത്രോസ്ലിഹായുടെ ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 6-ാം വാക്യമാണ് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക എന്നുറക്കെ പറഞ്ഞേ. കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തേക്ക് സമർപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നാം ഒന്നിച്ചു കൂടുമ്പോൾ, ഈ പോപ്പുലർ മിഷൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്നാണ് ഈ ലേഖന ഭാഗത്ത് നമ്മോട് പറയുന്നത്. കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും. ഉത്കണ്ഠകളെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ ബോധവും നമുക്കുണ്ടാകണം. ഈയിടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പുതിയ ചാക്രിയ ലേഖനം ഇറക്കി കഴിഞ്ഞ 24-ാം തീയതി. ഇനി 24-ാം തീയതി ആ ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിൽ ലോകമെമ്പാടുമുള്ള പ്രതിനിധികളായിട്ടുള്ള മെത്രാന്മാരുടെയും അതുപോലെ തന്നെ സമർപ്പിതരുടെയും അൽമാരുടെയും പ്രതിനിധികളടങ്ങുന്ന വലിയൊരു സിനഡ് കൂടിയിരിക്കുക. മെത്രാന്മാരുടെ സിനഡ്, അതിൻ്റെ കൂട്ടത്തിൽ സമർപ്പിതരുടെ പ്രതിനിധികളുണ്ട്, അൽമാരുടെ പ്രതിനിധികളുണ്ട്. അപ്പം ഈ കൂട്ടായ്മ, പങ്കാളിത്തം, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നീ ത്രിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് സിനഡാലിറ്റി ഓഫ് ദ ചർച്ച്, സഭയുടെ ഒരു വലിയ പങ്കാളിത്തത്തിൻ്റെ സ്വഭാവത്തിലേക്ക് സഭയെ കൊണ്ടുവരാനുള്ളൊരു പരിശ്രമമായിട്ട് അതിൻ്റെ 2ാമത്തെ സിനഡിൻ്റെ സമാപന മീറ്റിങ്ങിൻ്റെ അവസരത്തിലാണ് പാപ്പ ഈ പ്രമാണരേഖ അല്ലെങ്കിൽ ഈ ചാക്രിയ ലേഖനം ഇറക്കിയത്. ആ ചാക്രിയ ലേഖനത്തിൻ്റെ പേരിങ്ങനെയാണ്, ഞാൻ ലാറ്റിനിലാണ് അതിൻ്റെ പേര് ആദ്യം പറഞ്ഞത്. ഡിലെക്സിറ്റ് നോസ്. ഒന്ന് പറഞ്ഞേ മക്കൾ, ഡിലെക്സിറ്റ് നോസ്. ഒന്ന് ഉറക്കെ പറഞ്ഞ്, നിങ്ങൾ ലാറ്റിൻ പറയാനൊക്കെ അറിയുന്നു പറയണ്ടേ. ഡിലെക്സിറ്റ് നോസ്. അവൻ നമ്മെ സ്നേഹിച്ചു. ഇതാണ് ചാക്രിയ ലേഖനത്തിൻ്റെ പേര്. ഈശോയുടെ തിരുഹൃദയത്തിനെ കുറിച്ചുള്ള ഒരു ചാക്രിയ ലേഖനമാണ്. വിശുദ്ധ മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 350-ാം വർഷത്തിൽ
പാപ്പ ആ വാർഷികത്തോടനുബന്ധിച്ച് ഇറക്കിയ പ്രമാണരേഖയാണ്. അതിൽ പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. വ്യക്തിബന്ധങ്ങളില്ലാത്ത, ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധമില്ലാത്ത മതാത്മകത പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അതായത് ആഘോഷങ്ങൾ, മതപരമായിട്ടുള്ള കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് ഉടലെടുക്കേണ്ട ഈശോയുമായുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം അത് ഇല്ല. അതായത് ആത്മീയതയില്ലാത്ത മതാത്മകത. ഈ ഇന്നലെ പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ സ്വർഗസ്നായ പിതാവ് ചൊല്ലുമ്പോൾ തത്തയെപ്പോലെ ചെല്ലരുത്. തത്തയെപ്പോലെ, തത്തയോട് പഠിപ്പിച്ചു കൊടുത്താൽ അതിങ്ങനെ ആവർത്തിക്കും. തത്തയ്ക്ക് വലിയ മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ തത്തയെപ്പോലെ പ്ലു 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 എന്നും പറഞ്ഞ് ചൊല്ലരുതെന്നാണ് പാപ്പ പറയുന്നത്. പിന്നെ എങ്ങനെയാ? സ്വർഗസ്ഥനായ പിതാവ് എന്ന് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ സന്നിഹിതമായിരിക്കണം. ഇത് വെറും ഒരു മെക്കാനിക്കൽ റെപ്പറ്റീഷൻ ആകരുത്. നിങ്ങൾ ആദരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാകരുത്, മറിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാകണം. അപ്പം അങ്ങനെ പാപ്പ പറയുന്നതാണ് മതാത്മകതയുടെ, ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധമില്ലാത്ത മതാത്മകതയുടെ ഒരു ആഗോള തലത്തിലുണ്ടാകുന്ന, അതിൽ നിന്നും മാറി ഒരു ഹൃദയബന്ധത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഈശോയുമായുള്ള ഒരു ഹൃദയബന്ധത്തിലേക്ക്. ആ ഹൃദയബന്ധത്തിൽ നിന്നാണ് ആർദ്രതയുണ്ടാകുക, അനുകമ്പയുണ്ടാകുക, കനിവുണ്ടാകുക, കാരുണ്യമുണ്ടാകുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അടുത്തൊരു കാര്യമുണ്ട്. ശുശ്രൂഷയുടെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനായിട്ട് കഴിയും. ഈ ആനന്ദം ഹൃദയത്തിലുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ള വലിയ താല്പര്യം നമുക്കുണ്ടാകും. അതിനാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ ആനന്ദം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് പങ്കുവെക്കാനുള്ള താല്പര്യം, ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ലോകമെമ്പാടും പോയി എൻ്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക. ഞാൻ പഠിപ്പിച്ചതല്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുക. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പം ഈ ഹൃദയത്തിലെ ശുശ്രൂഷയുടെ ആനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞാലേ ഈ ആനന്ദം മറ്റുള്ളവരോട് പറയാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പറയാറ്, കരളിൽ നല്ല കനലുണ്ടാവണം, കാലിൽ നല്ല ചിറകുണ്ടാവണം, കണ്ണിൽ നല്ല കനിവുണ്ടാകണം, കയ്യിൽ നല്ല നന്മയുണ്ടാകണം, അതരത്തിൽ നല്ല സത്യം ഉണ്ടാകണം. എങ്കിൽ നല്ല ആനന്ദത്തോടുകൂടെ ജീവിതത്തെ കാണാം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവില്ലെന്നോ, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവില്ലെന്നോ, പ്രതിബന്ധങ്ങൾ ഉണ്ടാവില്ലെന്നോ, പരാജയം ഉണ്ടാവില്ലെന്നോ, സഹനം ഉണ്ടാകില്ലെന്നോ, ഒറ്റപ്പെടലുകൾ ഉണ്ടാവില്ലെന്നോ, മുറിവുകൾ ഉണ്ടാവില്ലെന്നോ ഒന്നുമല്ല. ഇതൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ മധ്യത്തിലും തമ്പുരാനോട് ചേർന്ന് നിന്ന് ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന് നിന്നുകൊണ്ട് ഈ ഹൃദയത്തിലുള്ള ആനന്ദം നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ഒരിക്കൽ ഫ്രാൻസിസ് അസിസി ലിയോയും ഒരു വനാന്തരത്തിലൂടെ നടന്നു പോവുക. പിന്നെ ഇരുട്ടി, ആകെ കൂടെ അവരുടെ കയ്യിൽ മാറാനായിട്ടൊരു ഡ്രസ്സ്, ഒരു വസ്ത്രമുണ്ട്, പിന്നെ കുറച്ച് അപ്പമുണ്ട്, കുറച്ച് വെള്ളമുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർ ലിയോയും ഫ്രാൻസിസും കൂടെ ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ വനാന്തരത്തിലുള്ള കള്ളന്മാർ വന്ന് ഇവരെ ആക്രമിച്ചു. ഇവരെ തട്ടി താഴെയിട്ട് ഇവരുടെ കയ്യിലുള്ള ബാഗ്, ഈ സഞ്ചി എടുത്തുകൊണ്ട് പോയി. അപ്പം ആകെ മുഷിയുമ്മ മാറാനുള്ള ഒരു സെറ്റ് ഡ്രസ്സുണ്ട്, പിന്നെ കുറച്ച് ബ്രെഡുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. ഇതായിരുന്നു അവരുടെ കയ്യിലുണ്ടായി. അവരുടെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. കൊള്ളക്കാർ വിചാരിച്ച് ഇവരുടെ സഞ്ചിയിൽ വലിയ പണമൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഇവരെ ആക്രമിച്ചത്. അത് കൊണ്ടുപോയി, ഉള്ളത് അവർ എടുത്തുകൊണ്ട് പോയി, ഓടിപ്പോയി. അപ്പോൾ ലിയോ ഫ്രാൻസിസിനെ നോക്കി ദുഃഖിതനായിട്ട് നോക്കി നിൽക്കുക.
അപ്പോൾ ഫ്രാൻസിസ് ലിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലിയോ, നീ എന്തിനാ ഇങ്ങനെ ദുഃഖിക്കണേ? നീ എന്തിനാ ഇങ്ങനെ കരയണേ? അപ്പോൾ ലിയോ പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ളതൊക്കെ പോയില്ലേ, ഇനി നമുക്ക് ഡ്രസ്സ് മാറാനായിട്ട് ഡ്രസ്സില്ല, കുറേ നടക്കുമ്പോൾ ക്ഷീണിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വെള്ളമില്ല, പിന്നെ കുറച്ച് ഭക്ഷണം, എൻ്റെ വിശക്കുമ്പോൾ ഇച്ചിരി ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഭക്ഷണവും ഇല്ല. അപ്പോൾ ഫ്രാൻസിസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിൻ്റെ കയ്യിലുള്ള ഈ സാധനങ്ങളല്ലേ മോഷ്ടിച്ചിട്ടുള്ളൂ, നിൻ്റെ ഹൃദയത്തിലുള്ള ആനന്ദം ആർക്ക് നഷ്ടപ്പെടുത്താൻ കഴിയും? നിൻ്റെ ഹൃദയത്തിലുള്ള ഈ ആനന്ദം ഉണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, അത് ദൈവവുമായിട്ട് ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന, അത് ആർക്കാ നഷ്ടപ്പെടുത്താൻ കഴിയുക? അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നീ സന്തോഷിക്കുക, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായി നീ സന്തോഷിക്കുക. നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ ഇത്രയും ഉത്കണ്ഠാകുലരാകുന്നത്? ഈശോ പറഞ്ഞിട്ടില്ലേ, ഭക്ഷണത്തെക്കുറിച്ച് നീ ആകുലപ്പെടണോ? നീ ധരിക്കാൻ പോകുന്ന വസ്ത്രത്തെക്കുറിച്ച് ആകുലപ്പെടണോ? നിന്റെ ജീവനെക്കുറിച്ച് ആകുലപ്പെടണോ? നിന്റെ ശരീരത്തെക്കുറിച്ച് ആകുലപ്പെടണോ? ഇതെല്ലാം തമ്പുരാൻ തരില്ലേ? ഈ ഉറച്ച ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ നിങ്ങളോടൊരു 5 കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് പറയാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് തമ്പുരാനിൽ ആശ്രയിക്കാനുള്ളൊരു മനസ്സുണ്ടാകുക. ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് നാം എല്ലാവരും കടന്നു വരണം. നമ്മളെല്ലാവരും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാ, നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ. ഇത് നമ്മുടെ നസ്രാണി കുടുംബങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. സായാഹ്നത്തിൽ ഒരുമിച്ചിരുന്ന് കൊന്ത ചൊല്ലി പാട്ടുപാടി ബൈബിള് വായിച്ച് കുറച്ച് നേരം തമ്പുരാനോടൊപ്പം ആയിരിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാം. ആരും ആരെയും കുറ്റം പറയാനല്ല, മറിച്ച് അന്നത്തെ കാര്യങ്ങളൊക്കെ, വീട്ടിൽ നടന്ന കാര്യങ്ങൾ, സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, ജോലി സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ, അപ്പം എല്ലാവരോടും. അപ്പോൾ അവിടെ വീട്ടിൽ രഹസ്യങ്ങളില്ല. പിന്നെ ആ വീട്ടിൽ രഹസ്യമുണ്ടോ? ഇല്ല. എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞു. രഹസ്യമില്ലാത്തടത്ത് പരാതിയില്ല, പരാതിയില്ലാത്തടത്ത് നല്ല സന്തോഷമാണ്. ഒന്നിച്ചു കൂടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ച്, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം എന്താ പറയുന്നത്, ഒന്നിച്ച് ജീവിക്കും. അത് കഴിഞ്ഞല്ല വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ അപ്പച്ചനും അമ്മച്ചിയും മക്കളും എല്ലാവരും ഷെയർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ നേരത്തെ ചുണ്ണാമ്പ് തേക്കാൻ പോകരുത് കേട്ടോ. എന്താ ചുണ്ണാമ്പ് തേക്കാൻ അറിയില്ലേ? നമ്മുടെ വാട്സപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ, ഇത് വിളിക്കാൻ ചേരരുത്. അപ്പോൾ ഒരാൾ ഈ ചെവിയിൽ, ഒരാൾ വേറെ ചെവിയിൽ ഇങ്ങനെ ഓടി നടക്കരുത്. അതൊക്കെ ഒന്ന് അടച്ചു പൂട്ടി വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാം. ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ഈ ചുണ്ണാമ്പ് തേക്കാൻ പോകരുത്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുള്ള വർത്തമാനം മതി, ഫോൺ മതി. അത് കഴിഞ്ഞിട്ടുള്ള വാട്സപ്പ് മതി. അത് കഴിഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് മതി. അത് കഴിഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം മതി. എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആ കുടുംബം സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകുന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യത്തിലൂടെ അൾത്താരയിലേക്ക് കടന്നു വരുന്ന സമയം നമ്മൾ ഈശോയെ സ്വീകരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ബലിപീഠത്തിലായിരുന്നു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ, നമുക്ക് ലഭിച്ച ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ അവിടുന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വരികയാണ്. എൻ്റെ കർത്താവേ, നൽകപ്പെട്ട ദൈവീക ചൈതന്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതാന്തസ്സിനടുത്ത ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാനുള്ള കൃപയായി അങ്ങ് ഞങ്ങളിലേക്ക് വരണമേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ശക്തിക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനേ കാളും നീ വലിയതാണെനിക്ക്. പാടി പ്രാർത്ഥിക്കാം. ജീവനേ
നീനാളും നീ വലിയതാണെനിക്ക് എന്റെ യേശുവേ. ആരാധന കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി. ആരാധന 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 പാടി പ്രാർത്ഥിക്കാം. ആരാധന 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 എല്ലാവരും ചേർന്ന് ആരാധന. ആരാധന 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 എൻ കരങ്ങൾ കൂപ്പി. സ്നേഹഗീതമാ യേശുനാഥ നീ എൻ സ്നേഹഗീതമാ യേശുനാഥ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് എന്റെ യേശുവേ. ആരാധന കരങ്ങൾ ഉയർത്തി. ആരാധന 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 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. കണ്ണു തുറന്ന് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ നോക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനിച്ചത് മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സാധാരണ ഭാവങ്ങളെയാണ്. നമ്മുടെ എല്ലാം ജീവിതമുണ്ട് അതിൻ്റെ അകത്ത്. ദൈവം തെരഞ്ഞെടുത്തു എന്നതൊഴിച്ച് ഒരു സാധാരണ മനുഷ്യൻ ഒരു ജനത്തെ തൻ്റെ കുറവുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ആലോചിച്ച് നോക്കിക്കേ. പറഞ്ഞാലൊരു വിക്കന, 4 വാക്ക് കൂട്ടി പറയാനുള്ള കഴിവ് പോലും ഇല്ല. പക്ഷെ എങ്കിലും ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയിൽ നിന്നുകൊണ്ട് ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു വാക്ക് കൂട്ടി സംസാരിക്കാൻ അറിയില്ല, ഞാൻ പറഞ്ഞ ഫറവോ കേൾക്കില്ല, പിന്നെ എങ്ങനെയാ ജനത്തെ വിടണത്? അപ്പോഴും ദൈവം ശക്തിപ്പെടുത്തുക. മോശേ, സാരമില്ല, നിന്റെ വിക്ക് നിനക്ക് പ്രശ്നമല്ല. നിനക്ക് ഇപ്പോഴുള്ള നിന്റെ ബലഹീനതയില്ലേ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില്ലേ, ഈ അവസ്ഥയൊന്നും ദൈവത്തിനൊരു പ്രശ്നമല്ലെന്ന്. നീ പറഞ്ഞത് ഇതല്ലേ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ പിള്ളേര്, എൻ്റെ അപ്പനമ്മ, എൻ്റെ സാമ്പത്തികം, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ രോഗങ്ങൾ, ഇതൊക്കെയല്ലേ പ്രശ്നം. പക്ഷേ ദൈവം മോശയോട് പറയുക, നിന്റെ വിക്കൊന്നും ഒരു പ്രശ്നമല്ല, നിനക്ക് സഹായകനായിട്ട് അഹ്റോനെ തരുക, നീ പോണം. നോക്കിക്കേ, ദൈവം പറഞ്ഞത് ദൈവമല്ലേ, എൻ്റെ വിക്കൊന്നും ഒരു പ്രശ്നമല്ലെന്ന്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്നും ഒരു പ്രശ്നമല്ലെന്ന്, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാന്ന്. ഇതിക്കുള്ള എന്താ ഉറപ്പ് വേണ്ടേ? പോയി ഒരു ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോരുക. പോന്ന വഴിക്ക് സന്തോഷമൊക്കെ ഉണ്ട് മോശയ്ക്ക്. കാരണം ഇത്രയും ബലഹീനനായ എന്നെ കൊണ്ട് ഇത്രയും വലിയൊരു ജനതയെ ഫറവോ വിട്ടയച്ചില്ലേ? 10 മഹാമാരികളല്ല ദൈവം നൽകിയത്. എങ്ങനെ ഫറവോ പേടിക്കാതിരിക്കും? മോശയ്ക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി ഇങ്ങനെ ജനത്തെ കൊണ്ടുപോണത്. ഇപ്പൊ 3 മാസം പിന്നിട്ടു. അപ്പോഴാണ് ജനം മോശയ്ക്കെതിരെ തിരിയുക. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ താട്ട്, ഞങ്ങൾക്ക് മാംസമില്ല, ഞങ്ങൾക്ക് ആരോഗ്യം വേണം. മോശ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരപ്പൻ്റെ എല്ലാ ഭാവവും ഉണ്ട് മോശയില്. എൻ്റെ മക്കളാ, യോദ്ധാക്കൾ തന്നെ 6 ലക്ഷം, ബാക്കിയുള്ളവർ പിന്നെയുണ്ട്. എവിടുന്ന് കൊടുക്കും? ഇവരെനിക്കെതിരെ മുറവിളിക്കുക. അപ്പനെതിരെ, അമ്മയ്ക്കെതിരെ മക്കൾ മുറവിളിക്കുമ്പോൾ കൂടപ്പിറപ്പ്, ചേട്ടനെതിരെ, അനിയനെതിരെ, ആങ്ങളക്കെതിരെ, പെങ്ങക്കെതിരെ, നമ്മുടെ ചുറ്റുമുള്ളവർ ചിലപ്പോൾ നമ്മളെ എന്തിനു കൊള്ളാൻ നിന്നെ കൊണ്ട്, നീ വീടിന് വേണ്ടിയിട്ട് എന്താ ചെയ്തേക്കണേ, നിനക്ക് എന്താ വിലയുള്ളത്, നിന്റെ ജീവിതം ഇതല്ലേ, ഒന്നിനും കൊള്ളാതെ ഒരു ഭാരമായിട്ട് എൻ്റെ കൂടെ കൂടിയില്ലോ. ഇതൊക്കെ ഒരു മനുഷ്യന്റെ പച്ചയായ അനുഭവം. മോശയോട് പറയാ, എന്തിനാണ് നീ ഞങ്ങളുടെ കൂടെ? അല്പം മുന്നോട്ട് പോകുമ്പോൾ സംഖ്യയുടെ പുസ്തകത്തില്
16-ാം അധ്യായത്തിൽ എത്തുമ്പോ ഈ ജനം മുഴുവനും മോശയ്ക്കും അഹ്റോനും എതിരെ തിരിക. നീ എന്തിനാ ആള് കളിക്കണേ? ഞങ്ങളൊക്കെ വിശുദ്ധര് തന്നെയാ, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു 250 പേര് മോശയ്ക്കും അഹ്റോനെതിരെ തിരിക. ഈ മനുഷ്യൻ കടന്നു പോകുന്ന മനസ്സിന്റെ ഭാരം മറ്റാർക്കും മനസ്സിലാവില്ല കേട്ടോ. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് വലിയൊരു ഉത്തരവാദിത്വം എടുത്ത് തലയിൽ വെച്ചിട്ട് ഇപ്പൊ മുന്നോട്ട് പോകാൻ പറ്റണില്ല. ഈ മനുഷ്യന് സങ്കടപ്പെടുക. അവൻ പറയാം, മരിച്ചാ മതി. ഇതൊരു അപ്പന്റെ വികാര, ഇതൊരു അമ്മയുടെ വികാര. മരിച്ചാ മതി, കുടുംബം മുന്നോട്ട് പോണില്ല, ഉദ്ദേശിച്ചോട്ട് കാര്യങ്ങൾ നടക്കണില്ല, മടുത്തു, ഇനി ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റണില്ല, മരിച്ചാ മതി, മരിച്ചാ മതി. ഇത് പല ആവർത്തി പറയുന്നവർ ഈ കൂടെയുണ്ട്. മടുത്തു, മരിച്ചാ മതി, മുന്നോട്ട് പോണില്ല, ഒരാൾ ഒരു നല്ല വാക്ക് പറഞ്ഞില്ല. ജീവിക്കണ മുഴുവൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാ, ജീവിക്കണ മുഴുവൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാ, എന്നിട്ട് ഒരു നല്ല വാക്ക് പോലും കേൾക്കണില്ല. ഞാൻ ആർക്കും വേണ്ടാത്തവനാ, ഞാൻ ആർക്കും വേണ്ടാത്തവളാ, ഇപ്പൊ ഒരു വട്ട പൂജയായി, ഞാൻ ആർക്കും ഒരു ഉപദ്രവത്തിന് പോയിട്ടില്ല, ചെയ്യാവുന്ന മുഴുവൻ ചെയ്തു. പക്ഷെ ഇവർക്കിത് മനസ്സിലാകണില്ല. ഞാൻ ഈ കഷ്ടപ്പാട് സഹിച്ചത്, എന്റെ സുഖം ഞാൻ നോക്കിയിട്ടില്ല, എന്റെ സന്തോഷം ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ എന്നിട്ട് ഇവർക്കാർക്കും ഇത് മനസ്സിലാകണില്ല. ഈ സങ്കടത്തോടെ കടന്നു പോകുന്ന മോശ ഇവിടെ നിൽക്കുന്ന ഓരോ അപ്പന്റെ അമ്മയുടെയും പ്രതീക. എന്നിട്ട് കരയുമ്പോ ദൈവം ചോദിക്കുക, നീ എന്താ കരുതിയേ? എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയെന്നോ? 6 ലക്ഷത്തിന് എങ്ങനെ തീറ്റിപ്പോറ്റുന്നല്ല നീ ചോദിക്കണത്. നിന്റെ മക്കളെ എങ്ങനെ വളർത്തു എന്നല്ല ചോദിക്കണത്. ഈ കുടുംബം എങ്ങനെ കൊണ്ടുപോകുന്നല്ല നീ ചോദിക്കണത്. ഈ വലിയ ഉത്തരവാദിത്വം, വീട്ടിൽ മാരകമായ രോഗം വന്നേക്കുക, എന്ത് ചെയ്യണമെന്ന് എത്തും പിടിയും കിട്ടണില്ല, കടവും കടത്തിന്റെ കൂടുക, മക്കൾ ഉദ്ദേശിച്ചിട്ടൊന്നും എത്തിയിട്ടില്ല, നല്ലൊരു ജോലിയില്ല, വരുമാനമില്ല, വീട് ജപ്തിയുടെ വക്കിലെത്തിയിരിക്കുക, പ്രായപൂർത്തിയ മക്കളെ കെട്ടിക്കാൻ പറ്റണില്ല, എന്ത് ചെയ്യണമെന്ന് എത്തും പിടിയില്ല. ഇതല്ല നിന്റെ ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോ ദൈവം ആൾത്താരയിൽ ഇരുന്നോണ്ട് പറയുക, നീ എന്താ കരുതിയേ? ഞാൻ വാക്ക് പാലിക്കാത്തവനാന്നാ? നിന്റെ തലയിൽ ഒരു ഉത്തരവാദിത്വം വെച്ചു വന്നിട്ട് കൈയും കെട്ടി നിൽക്കുന്നവനാ ഞാൻ. എന്റെ കൈയുടെ നീളം കുറഞ്ഞു പോയോ? എടാ നിന്റെ വാക്കല്ല, എടാ ഇത് നിന്റെ വാക്കല്ല, ഇത് എന്റെ വാക്കാ. നിന്റെ മേലൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വത്തിനുള്ള ചൈതന്യം നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. നിനക്ക് ഞാനൊരു ഉത്തരവാദിത്വം തന്നിട്ടില്ല, അല്ലയോ അപ്പ? ഈശോ പറയോ, അപ്പന് ദൈവം ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുള്ള ചൈതന്യം അപ്പന് ദൈവം തന്നിട്ടുണ്ട്. അല്ലയോ അമ്മേ, നിന്റെ ഉത്തരവാദിത്വം വലുതാ, ആകുലതയുണ്ട്, നിനക്ക് ടെൻഷനുണ്ട്. പക്ഷെ ദൈവം പറയോ, ഒരമ്മ എന്ന ഉത്തരവാദിത്വം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള ചൈതന്യം നിനക്ക് തന്നിട്ടുണ്ട്. മാതാപിതാക്കളെ, ഈ കാലഘട്ടത്തില് എങ്ങനെ മക്കളെ വിശുദ്ധിയിൽ വളർത്തണം, എങ്ങനെ മക്കളെ വിശ്വാസത്തിൽ വളർത്തണം, ഇതല്ല നിന്റെ ആകുലത. എങ്ങനെ മക്കളെ ഒരു നിലയിൽ എത്തിക്കണം, നിന്റെ ആകുലത ഇതല്ലേ? ദൈവം പറയോ, ഒരു ഉത്തരവാദിത്വം നിനക്ക് തന്നിട്ടുണ്ടോ? അതിനുള്ള ചൈതന്യം നിനക്ക് തന്നിട്ടുണ്ട്, നിനക്ക് തന്നിട്ടുണ്ട്. ആ ചൈതന്യത്തെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീ ഉജ്ജ്വലിപ്പിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ കൈ നീട്ടിക്കൊള്ളാം, നീ പൊക്കോ മുന്നോട്ട്, ഞാൻ കൈ നീട്ടിക്കൊള്ളാം. ഇതാ ചെങ്കടലിന് കാണുമ്പോ മോശ കരയണുണ്ട്, നിലവിളിക്കുന്നുണ്ട്. കാര്യം ഒരു ഗ്രൂപ്പിന്റെ ലീഡറാ, ഒരു കുടുംബത്തിന്റെ അപ്പനാ. പക്ഷെ അവന്റെ സങ്കടം താങ്ങാൻ വേണ്ട നിലവിളിക്കുക. ദൈവം പറയുക, നീ എന്തിനാ എന്നെ വിളിച്ച് നിലവിളിച്ച് കരയണത്? ജനത്തോട് മുന്നോട്ട് പോകാൻ പറ. ഇതാ പുറപ്പാട് സംഭവത്തെ കാണണേ. നീ എന്തിനാ എന്നെ വിളിച്ച് കരയണേ? ജനത്തോട് മുന്നോട്ട് പോകാൻ പറ. ഈ ജനത്തെ മുന്നോട്ട് നയിക്കാനുള്ള കൃപാവരം നിനക്കുണ്ട്. അതെ, നിന്നെ വിളിച്ചിട്ട് വിക്കനായ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് വിട്ട് ഈ ജനത്തെ ഇവിടം വരെ എത്തിച്ചെങ്കിൽ, ബൈബിൾ ചോദിക്കുന്നുണ്ടല്ലോ, പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കോ? പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കോ? ഈ ജനത്തെ അടിമത്തത്തിൽ നിറക്കിയിട്ട് പാതി വഴിയില് ഞാൻ ഉപേക്ഷിക്കുന്നു നീ കരുതണേ? അത്രയും നീതി കെട്ടവനാ ഞാൻ ദൈവമല്ലേ? ഈ ജനത്തെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കാൻ എനിക്കറിയാം. അതിനുള്ള കൃപ നിനക്കുണ്ട്. നിനക്ക് 2 പിള്ളേരെ തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ഭാര്യയെ ഒരു ഭർത്താവിനെ തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ, വയ്യാത്തൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ, കഴിവ് കുറവുള്ള ഒരാളെ തന്നിട്ടുണ്ടെങ്കിൽ, ഞാനല്ലേ തന്നത്? എത്തിക്കേണ്ട അടുത്ത് എത്തിക്കാൻ എനിക്കറിയാം. അതിനുള്ള കൃപാവരം നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. നീ
ഉജ്ജ്വലിപ്പിച്ച മാത്രം മതി. കരങ്ങൾ കൂപ്പിക്കേ, കണ്ണു തുറന്ന് ഈശോയിലേക്ക് നോക്കിക്കേ. ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ, നിന്റെ മേലുള്ള ഭാരം, താങ്ങാനാവാത്ത ചുവട് സമർപ്പിച്ച് എന്നിട്ടൊരു വചനം കേട്ടോ. ജോബിന്റെ പുസ്തകം 38 അധ്യായം 41 തിരുവചനം. ജോബിന്റെ പുസ്തകം 38 അധ്യായം 41 തിരുവചനം. കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്ക് തീറ്റ എത്തിച്ചു കൊടുക്കുന്നത് ആര്? കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്ക് തീറ്റ എത്തിച്ചു കൊടുക്കുന്നത് ആര്? ഇത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. നിന്നെ ഉദ്ദേശിച്ചെടുത്ത് എത്തിക്കാൻ നിന്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 യേശുവേ, യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മതിലകം സെൻറ് ജോസഫ് സീറോ മലബാർ പള്ളിയിലെ പോപ്പുലർ മിഷൻ ധ്യാനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അനുഭവം. എൻ്റെ പേര് ഷിബു കണ്ണേങ്ങാത്ത്, ജനറൽ കൺവീനർ പോപ്പുലർ മിഷൻ. കുമ്പസാരം, അനുരഞ്ജന കുദാശ പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ നല്ലൊരു അനുഭവമാക്കാൻ നമുക്ക് സാധിക്കാറില്ല. അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട വികാരച്ചന്മാരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പ്രത്യേകിച്ച് അനുരഞ്ജന കുദാശ വളരെ ഒരു അനുഭവവേദ്യമായിരുന്നു. തീർച്ചയായും നമ്മളുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്ത പാപങ്ങൾ കൃത്യമായി ഓർക്കുവാനും അത് ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരുടെ മുമ്പിൽ നമ്മൾക്ക് പറയാനും മാപ്പപേക്ഷിക്കാനും ഉള്ള ഒരു അവസരമായി കണക്കാക്കുന്നു. തീർച്ചയായും ഈ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം എല്ലാ ഇടവകകളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മതിലകം പള്ളിയിലെ പോപ്പുലർ മിഷൻ ധ്യാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്ലാസ് നയിക്കാൻ വന്ന എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ഡീക്കന്മാർക്കും ഒത്തിരി നന്ദി. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ആൻ്റണി. ഞാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ കൺവീനറായിട്ട് ചാർജിലായിരുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഇടവകയിൽ ഇത് ആദ്യമായിട്ടാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം വരുന്നത്. നമ്മുടെ മുൻ വികാരിയായിരുന്ന വിൽസൺ എലിയത്തെങ്കിൽ കോനനച്ഛനും കേന്ദ്രസമിതി പ്രസിഡൻറ്റും അവർ മുൻകൈയെടുത്താണ് ഈ ധ്യാനം ബുക്ക് ചെയ്തിരുന്നത്. അത് 2 വർഷം മുൻപാണ് ബുക്ക് ചെയ്തത്. നമുക്ക് കിട്ടിയ ഡേറ്റ് ഇപ്പോഴാണ്. ഇപ്പോൾ നമ്മൾ വികാരിയച്ഛൻ അരുൺ തെക്കിനത്തച്ഛനാണ്. അദ്ദേഹവും ഇതിനുവേണ്ടി പ്രയത്നങ്ങൾ ചെയ്തിരുന്നു. ഇപ്പോൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിൽ വളരെ നല്ല അനുഭവങ്ങളാണ് നമ്മുടെ ഇടവകയിൽ എല്ലാ ജനങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് മരണാനുഭവ ശുശ്രൂഷ എന്ന അനുഭവമാണ്. വളരെ നമ്മൾ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു അത്. അതുപോലെ തന്നെ ഈ അവസാന ദിവസം ഉണ്ടായിരുന്ന വിവാഹവ്രത നവീകരണ ശുശ്രൂഷയും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ശുശ്രൂഷയും പിന്നെ കൂടാതെ അനുരഞ്ജന ശുശ്രൂഷയും എല്ലാ ശുശ്രൂഷകളും വളരെ മികച്ച രീതിയിലായിരുന്നു.